भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാമപാദം ഭജിക്കുമാറാകണം, രാമരൂപം സ്മരിക്കുമാറാകണം, രാമസംഗീതം പാടുമാറാകണം, രാമനെൻ ഹൃത്തിൽ ചേരുമാറാകണം. ഭഗവാന്റെ പ്രത്യേകമായ കാരുണ്യാതിരേകം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 85-ാമത്തെ അധ്യായത്തിലെ, ദശമസ്കന്ധം 85-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഭാഗവതത്തെ അറിയാനും ആ ഭഗവാനിൽ അലിയാനും നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി. കാന്തിസ്തേജ പ്രഭാസത്ത ചന്ദ്രാഗ്ന്യർക്കർഷവിദ്യുതാം യൽ സ്ഥൈര്യം ഭൂഭൃതാം ഭൂമേർ വൃത്തിർ ഗന്ധോർത്ഥതോ ഭവാൻ. ഭഗവാനെ, രാമകൃഷ്ണന്മാരെ, പുത്രഭാവത്തിലുള്ള രാമകൃഷ്ണന്മാരെ കൃഷ്ണകൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന എന്ന് അഭിസംബോധന ചെയ്തും കൊണ്ട് വസുദേവര് സ്തുതിക്കുന്നതായിട്ടുള്ള രംഗമാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ഇവിടെ പറയണു ചന്ദ്രാഗ്ന്യർക്കർഷ വിദ്യുതാം. ചന്ദ്രൻ, അഗ്നി, സൂര്യൻ, നക്ഷത്രങ്ങൾ, മിന്നലുകൾ, ചന്ദ്രൻ, അഗ്നി, അർക്കൻ തുടങ്ങിയ ആ അവയുടെ കാന്തി, മനോഹരമായ ആ തേജസ്, പ്രഭ, പ്രകാശം, സത്ത, സദ്ഭാവം, ഭൂഭൃതാം, പർവ്വതങ്ങളുടെ സ്ഥൈര്യം, സ്ഥിരത, ഇതൊക്കെ എന്താണോ അത് ഭൂമി വൃത്തി, ഭൂമിയുടെ ധർമ്മമായ ഗന്ധ, ഗന്ധം, അർത്ഥത, പരമാർത്ഥത്തിൽ ഇതൊക്കെ ഭവാൻ അങ്ങ് തന്നെ ആണ്. പ്രാണാദികൾ പരതന്ത്രങ്ങളാണ്, സ്വാതന്ത്ര്യമുള്ളത് ഭഗവാന് മാത്രമാണ് എന്നുള്ളത് 5 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുകയാണ്. ചന്ദ്രന്റെ കാന്തി, അഗ്നിയുടെ തേജസ്, സൂര്യന്റെ പ്രകാശം, നക്ഷത്രം, മിന്നലുകൾ ഇവയുടെ ആ സ്ഫുരണം, പർവ്വതാദികളുടെ സ്ഥിരത, ഭൂമിയുടെ ആ ധാരണാശക്തി, ഗന്ധം, ഇതൊക്കെ അവിടുന്ന് തന്നെയാണ്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ശ്രുതി അങ്ങനെയാണ് പറയണത്. പിന്നെ പറഞ്ഞു
തർപ്പണം പ്രാണനമപാം ദേവ ത്വം താശ്ച തദ്രസ ഓജ സഹോബലം ചേഷ്ട ഗതിർവായോസ്തവേശ്വര. ഹേ ദേവ, ഭഗവാനെ, അപാം തർപ്പണം പ്രാണനം, ജലത്തിൻ്റെ തർപ്പണവും പ്രാണനവും താ ആ ജലങ്ങളും, തദ്രസഹ അതിൻ്റെ രസവും അങ്ങ് തന്നെയാണ്. ത്വം ഓജ ഇന്ദ്രിയബലം, സഹ അന്ധക്കരണ സാമർഥ്യം, ബലം പ്രാണശക്തി, ചേഷ്ട വ്യാപാര സാമർഥ്യം, വായോ വായുവിൻ്റെ ഗതി ചലനശക്തി, ഈശ്വര അത് അങ്ങയുടെ ആ ശക്തി കൊണ്ടാണ് നടക്കുന്നത് എന്ന്. ജലത്തിന് തൃപ്തി ജനിപ്പിക്കാനും ജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ജലം തന്നെയും ജലത്തിൻ്റെ രസവും വായുവിൻ്റെ ശക്തിരൂപമായ ഇന്ദ്രിയബലവും അന്ധക്കരണ സാമർഥ്യവും ശരീര സാമർഥ്യവും വ്യാപാര സാമർഥ്യവും എന്ന് വേണ്ട ഇതൊക്കെ തന്നെ ഗമനാഗമന ശക്തി രൂപമായ ആ ചേതനവും ഒക്കെ ഭഗവാനെ ഹേ ദേവ അവിടുന്നാണ്. അവിടുന്നല്ലാതെ ലോകത്തിൽ ഒന്നുമില്ല. പിന്നെ ദിശാം ത്വമവകാശോസി ദിശഘം സ്ഫോട ആശ്രയ നാദോ വർണ്ണസ്ത്വമോങ്കാര ആകൃതീനാം പൃഥകൃതി. ദിശാം അവകാശ, ദിക്കുകളുടെ അവകാശം, ദിക്കുകൾ ആകാശം, അതേപോലെ ആശ്രയ ആശ്രയിച്ചിരിക്കുന്ന ശബ്ദം, നാദ നാദം, വർണ്ണ അക്ഷരം, ഓങ്കാര പ്രണവം, ആകൃതീനാം രൂപങ്ങളുടെ പൃഥകൃതി ആ വെവ്വേറെ കാണിക്കുന്ന നാമങ്ങളും എല്ലാം ത്വം അവിടുന്ന് മാത്രമാണ്. ഓരോ ഉപാധികൾ നിമിത്തം സ്ഥലപരിമാണങ്ങൾ ദിക്കുകൾക്കൊക്കെ അങ്ങനെയാണ്. ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്ന ശബ്ദ തന്മാത്ര, അതിൻ്റെ വ്യക്തമായ രൂപം ആണ് നാദം. പശ്യന്തി എന്ന ശബ്ദമാണ്. ഇങ്ങനെ പ്രണവസ്വരൂപമായ ഓങ്കാര ശബ്ദവും വിഭാഗങ്ങളെ വേർതിരിച്ച് കാണാൻ ഉപയോഗിക്കുന്ന അഭിധാനവും അല്ലെങ്കിൽ നാമവും വർണ്ണവും പദവും അത് വൈഖരിയാണ്. പശ്യന്തി വൈഖരി, ഇതൊക്കെ അവിടുന്ന് തന്നെയാണ് എന്ന് പറയുന്നു. ഇന്ദ്രിയം തിന്ദ്രിയാണാം ത്വം ദേവാശ്ച തദനുഗ്രഹ അവബോധോ ഭവാൻ ബുദ്ധേർ ജീവസ്യാനുസ്മൃതി സതി. ഇന്ദ്രിയാണാം ഇന്ദ്രിയം, ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയവും, ദേവാച ഇന്ദ്രിയങ്ങളെ അധിവസിക്കുന്ന ആ ദേവതകളും, തദനുഗ്രഹ അവരുടെ അനുഗ്രഹവും, അതേപോലെ ഇതൊക്കെ അവിടുന്ന് തന്നെയാണ്. ത്വം ബുദ്ധേ അവബോധ ബുദ്ധിയുടെ ആ അവബോധവും ജീവന്റെ ഏറ്റവും സതി യഥാർത്ഥമായ പ്രതിസന്ധാന ശക്തിയും ഭവാൻ അവിടുന്ന് തന്നെ ആണ്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ അറിയാൻ സാധിക്കുന്നത്, ഇന്ദ്രിയ ബലം ഉണ്ടാവുന്നത് എന്താ? അവിടുത്തെ കാരുണ്യാണ്, അല്ലെങ്കിൽ അത് അവിടുന്ന് തന്നെയാണ്. ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ അവിടുന്ന് തന്നെയാണ്. ദേവതകൾക്ക് ഇന്ദ്രിയങ്ങളെ അധിവസിക്കാനുള്ള ശക്തി നൽകണതോ അതും അവിടുന്ന്. ജീവന് യഥാർത്ഥ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാനുള്ള അനുസ്മൃതി അതും അവിടുന്ന് തന്നെ. ഭൂതാനാമസി ഭൂതാദിന്ദ്രിയാണാം ച തൈജസ വൈകാരികോ വികൽപ്പാനാം പ്രധാനമനുഷായിനാം. ഭൂതാനാം ഭൂതാദി ഭൂതങ്ങളുടെ കാരണവും ഇന്ദ്രിയാണാം തൈജസഹ ച ഇന്ദ്രിയങ്ങളുടെ തൈജസനും വികൽപ്പാനാം വൈകാരിക വികൽപ്പങ്ങളുടെ വൈകാരികവും അനുഷായിനാം ജീവന്മാരുടെ പ്രധാനവും ത്വം അസി അവിടുന്നാണ്. ആകാശാദിഭൂതങ്ങളുടെ ആദികാരണമായ താമസാഹങ്കാരം, ഇന്ദ്രിയങ്ങളുടെ ആദികാരണമായ തൈജസം എന്ന പേരുള്ള രാജസാഹങ്കാരം, അതേപോലെ അധിദൈവം ആധ്യാത്മം അധിഭൂതം എന്നിങ്ങനെയുള്ള ഭൂതങ്ങൾക്ക് കാരണമായ വിവിധ ദേവതകളുടെ ആദികാരണമായ വൈകാരികം സാത്വികാഹങ്കാരം. അപ്പോൾ തമോ ഗുണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന താമസാഹങ്കാരവും രജോ ഗുണാധിഷ്ഠിതമായിരിക്കുന്ന ആ രാജസാഹങ്കാരവും സാത്വികാഹങ്കാരവും ഇതൊക്കെ അവിടുന്ന് തന്നെയാണ്. പിന്നെ ഇതിനെയൊക്കെ അധിവസിക്കുന്ന ജീവന്റെ സംസാരകാരണമായ പ്രധാനവും ത്വം അവിടുന്ന് മാത്രം. നശ്വരേഷ്വഹ ഭാവേഷു തദസി ത്വമനശ്വരം യഥാ ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം. നശ്വരേഷു
നാശമുള്ള നശിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ഭാവങ്ങളിൽ അനശ്വരം തത് ത്വം അസി, അനശ്വരമായി നിൽക്കുന്നത്, നശ്വരമായ ദേഹത്തെ അനശ്വരമാക്കി നിർത്തുന്ന ആ ചൈതന്യം അവിടുന്നാണ്. ദ്രവ്യവികാരേഷു, ദ്രവ്യങ്ങളുടെ വികാരങ്ങളിൽ ദ്രവ്യമാത്രം യഥാ, ദ്രവ്യമാത്രം എന്ന പോലെ നിരൂപിക്കപ്പെട്ടിരിക്കുന്നു, അതും അവിടുന്ന് തന്നെ. നശിച്ചു പോകുന്ന സ്വഭാവത്തോടു കൂടിയ പദാർത്ഥങ്ങളിൽ നശിക്കാതെ അനശ്വരമായി അക്ഷയമായി അക്ഷതമായി നിലനിൽക്കുന്ന എന്തോ ഉണ്ടോ അതാണ് അവിടുന്ന്. ഏതുപോലെ എന്നാ പറയണത്? മണ്ണ്, സ്വർണം, ഇങ്ങനെ ദ്രവ്യങ്ങൾ പലതും ഉണ്ട്. ഇതുകൊണ്ട് പല വസ്തുക്കളും ഉണ്ടാക്കും. ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നു. നാമരൂപങ്ങളുടെ നാശത്തിന് ശേഷവും മണ്ണും സ്വർണവും അവശേഷിക്കും. ഇപ്പോ മൺകലം ഉണ്ടാക്കി, അതിന് കലം എന്ന് പേര്. എന്നാൽ ആ കലം പൊട്ടി, കലം നശിച്ചു. പക്ഷേ ആ കലത്തിന് കാരണമായ മണ്ണ് അനശ്വരമായി നിൽക്കുന്നു. മണ്ണ് അതേപോലെ തന്നെയുണ്ട്. ഇതേപോലെ ദേഹം നശിച്ചാലും ആ ദേഹത്തെ നിലനിർത്തിയിരുന്ന ജീവന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. അവിടുന്ന് അങ്ങനെയാണ് എന്നാണ്. സത്വം രജസ്തമൈതി ഗുണാസ്തദ്വൃത്തയശ്ചയാ ത്വയ്യദ്ധാ ബ്രഹ്മണി പരേ കൽപ്പിതാ യോഗമായയാ. സത്വ രജ തമഹ ഇതി ഗുണ, സത്വാദി ഗുണങ്ങൾ, ഇപ്പൊ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, തദ്വൃത്തയ അതിൻ്റെ പരിണാമമായിട്ടുള്ള വികാരങ്ങൾ, അദ്ധ അത് സാക്ഷാത്തായി, പരേ ബ്രഹ്മണി ത്വയി പരബ്രഹ്മമായ അങ്ങയിൽ, യോഗമായയാ കൽപ്പിത യോഗമായ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കണമെന്നാണ്. അവിടുന്ന് ഗുണാതീതനാണ്. ത്രിഗുണാത്മകമായ കാര്യരൂപം ഭഗവാനാണെങ്കിൽ എങ്ങനെയാണ് അനശ്വരത്വം എന്നാണെങ്കിൽ സത്വം രജസ് തമസ് ഈ ഗുണങ്ങൾ അതിൻ്റെ പരിണാമരൂപങ്ങളായിരിക്കുന്ന മഹത്തത്വാദി ആ വസ്തുക്കൾ സാക്ഷാൽ പരബ്രഹ്മമായ അവിടുത്തേതിൽ യോഗമായ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ അങ്ങയെ മായ ബാധിക്കുന്നില്ല. തസ്മാന്ന സന്ധ്യമീ ഭാവ യർഹി ത്വയി വികൽപ്പിത ത്വം ചാമീഷു വികാരേഷു ഹ്യന്യദാ വ്യാവഹാരിക. യർഹി ത്വയി എന്ത് കാരണം കൊണ്ടാണോ അങ്ങയിൽ വികൽപ്പിത വികൽപ്പിക്കപ്പെട്ടവയോ, അല്ലെങ്കിൽ തസ്മാൽ അത് കാരണം ഈ ഭാവങ്ങൾ അന്യത അന്യസമയങ്ങളിൽ ന സന്ധി ഇല്ല. അമീഷു വികാരേഷു ഈ വികാരങ്ങളിൽ ത്വം ച അവിടുന്നും ന ഇല്ല. അവ്യാവഹാരിക വ്യാവഹാരികനല്ലാതെ ഇരിക്കണു അവിടുന്ന്. ഈ ഭാവങ്ങൾ യഥാർത്ഥത്തിലുള്ളതല്ല, അവിടുത്തേതിൽ കൽപ്പിക്കപ്പെടുന്നു. അപ്പം മാത്രം ഉള്ളതുപോലെ കാണപ്പെടുന്നു, അത്രയേ ഉള്ളൂ. ഈ തോന്നൽ മാത്രമാണ്. അവിടുന്ന് കാരണരൂപേണ വർത്തിക്കുകയാണ്. ഭാവങ്ങളെ കൽപ്പിക്കുന്ന മനസ്സിന്റെ അഭാവത്തിൽ സുഷുപ്തി, ലയം തുടങ്ങിയ അവസ്ഥകളിൽ ബാക്കിയെല്ലാം നശിക്കും. പിന്നെയോ അവിടുന്ന് മാത്രം. വ്യവഹാരദശയിൽ സുഖദുഃഖങ്ങൾ ഉള്ളതുപോലെ തോന്നും എങ്കിലും സുഖദുഃഖാദി വികല്പങ്ങളെ ചെയ്യുന്ന മനസ്സില്ലാതെയായാൽ ഈ സുഖദുഃഖങ്ങളും ഇല്ലാതെയാണ്. ആ സമയത്തും അവിടുന്ന് ജ്ഞാനമായി അറിവായി ഉള്ളിൽ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അവിടുന്ന് മാത്രം പരമാർത്ഥ സ്വരൂപമാണ്. ബാക്കിയെല്ലാം നശ്വരമാണ്. അനശ്വരമായത് അവിടുന്ന് മാത്രമാണ്. ഗുണപ്രവാഹ ഏതസ്മിന്നബുധാസ്ത്വഖിലാത്മന ഗതിം സൂക്ഷ്മാമബോധേന സംസരന്തീഹ കർമ്മഭി. ഗുണപ്രവാഹേ ഗുണങ്ങളുടെ പ്രവാഹമായ ഏതസ്മിൻ അഖിലാത്മനഃ ഇതിൽ അഖണ്ഡാത്മാവിൻ്റെ സൂക്ഷ്മയായ ഗതിയെ അബുധ അറിയാത്ത ആളുകൾ അബോധേന ബോധമില്ലാത്തത് കൊണ്ട് കർമ്മഭി ഇഹ സംസരന്തി കർമ്മങ്ങൾ കൊണ്ട് സംസരിക്കുന്നു എന്നാണ്. സത്വാദി ഗുണങ്ങളുടെ കാര്യമായി ഭവിച്ച ദേഹാദി പ്രപഞ്ചത്തിൽ ഭഗവാന്റെ ആ സൂക്ഷ്മമായ സച്ചിദാനന്ദ സ്വരൂപത്തെ വേണ്ട പോലെ അറിയാത്ത ആളുകൾ, അവർ ദേഹാഭിമാനികളാണ്. അവർ ചെയ്യുന്ന പുണ്യപാപകർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാനായി അവർക്ക് ദേവനായും മനുഷ്യനായും തിര്യജാതികളായും അല്ലെങ്കിൽ മൃഗപക്ഷ്യാദികളായും വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും.
അവസാനം അത് ഉപേക്ഷിക്കേണ്ടി വരും. പുനരപി മരണം, പുനരപി ജനനം എന്ന പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കും. യദൃക്ഷയാ നൃതാം പ്രാപ്യ സുകൽപ്പാമിഹ ദുർലഭാം സ്വാർത്ഥേ പ്രമത്തസ്യ വയോ ഗതം ത്വന്മായേശ്വര. ഇവിടെ പറയുകയാണ്, ഇവിടെ ഭഗവാന്റെ മഹിമയെക്കുറിച്ച് പറഞ്ഞിട്ട് വസുദേവർ പറയുകയാണ്, ഇതൊക്കെ എനിക്ക് വല്ലതും അറിയുമോ എന്നാണ്. ഈ സംസാരത്തിൽ അതിദുർലഭമായ സമർത്ഥമായ നൃതാം, ഈ മനുഷ്യതയെ യദൃച്ഛയാ പ്രാപ്യ, എങ്ങനെയോ സംഗതിവശാൽ കിട്ടിയിട്ട് ഈശ്വര ഭഗവാനെ ത്വന്മായയാ, അവിടുത്തെ മായ കൊണ്ട് സ്വാർത്ഥേ പ്രമത്തസ്യ വയഃ ഗത, സ്വാർത്ഥം കൊണ്ട് മനസ്സിരുത്താത്ത എൻ്റെ കാലം നശിച്ചു, എൻ്റെ വയസ്സ് പോയി. ഇത്രയും കാലം ഞാൻ വ്യർത്ഥമാക്കി കളഞ്ഞു എന്നാണ്. അവിടുത്തെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. ഈ പ്രപഞ്ചത്തിൽ അതിദുർലഭമായ ഇന്ദ്രിയങ്ങളുടെ പരിപൂർണ ശക്തിയോടുകൂടി ഒരു മനുഷ്യദേഹം കിട്ടിയിട്ടും ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അവിടുത്തേക്ക് പൂജ ചെയ്യാതെ അവിടുത്തെ തന്നെ മായാശക്തിയുടെ പ്രത്യേകത കൊണ്ട് ഈ മനുഷ്യ ജന്മത്തെ ഞാൻ വേണ്ട പോലെ ഉപയോഗിച്ചില്ല. പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് അവിടുത്തെ തത്വത്തെ അറിയാൻ ഞാൻ ഉപയോഗിച്ചില്ല എൻ്റെ കാലം വ്യർത്ഥമായി പോയില്ലോ ഭഗവാനെ. അസാവഹം മമൈവൈതേ ദേഹേ ചാസ്യാന്വയാദിഷു സ്നേഹപാശൈർനിബധ്നാതി ഭവാൻ സർവമിദം ജഗൽ. ദേഹേ അസൗ ദേഹം ഇതി, ദേഹത്തിൽ ഇത് ഞാനാണെന്നും, അസ്യ അന്വയാദിഷു, ഇതിൻ്റെ വംശാദികളിൽ ഏതേ ഇവ മമ ഇതി, എൻ്റേതെന്നും, സ്നേഹഭാഷൈ, സ്നേഹമാകുന്ന കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട ഞാൻ, സർവം ഇതം ജഗൽ, ഈ ലോകത്തെയെല്ലാം അവിടുത്തെ ആ ഭവാൻ നിബധ്നാതി എന്നാണ്. ഇങ്ങനെ ഞാനെന്നും എൻ്റേതെന്നുള്ള അഭിമാനം ഉണ്ടാക്കി തീർക്കുന്നത് അവിടുത്തെ മായാശക്തി മാത്രമാണ്. ഈ ദേഹത്തെ ഞാനെന്ന് അഭിമാനിക്കണു, ഈ ദേഹവുമായി ബന്ധപ്പെട്ടത് മുഴുവൻ എൻ്റേതാണ് എന്ന് ഞാൻ കരുതുന്നു. മാതാപിതാക്കൾ, ഭാര്യ, മക്കള് എന്ന് വേണ്ട ഈ ബന്ധങ്ങളിലൊക്കെ വലിയ മമത എനിക്കുണ്ടാവുന്നു. അത് ജീവനുള്ള വസ്തുക്കളിലുമുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളിലുമുണ്ട്. അങ്ങനെ അതിനുണ്ടാകുന്ന, ദേഹത്തിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും സുഖവും ദുഃഖവും തൻ്റേതാണെന്ന് കരുതി ജീവിക്കുന്നു. ഇത് അവിടുത്തെ മായയാണ്. യുവാം നനഃ സുതൗ സാക്ഷാൽ പ്രധാന പുരുഷേശ്വരോ ഭൂഭാരക്ഷത്രക്ഷപണ അവതീർണോ തഥാർത്ഥഃ. യുവാം, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സുതൗ, മക്കള് എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ പറയാണ് സുതൗ ഞങ്ങളുടെ മക്കളല്ല. സാക്ഷാൽ പ്രധാന പുരുഷേശ്വരവും, സാക്ഷാത്തായ പ്രധാനവും പുരുഷനുമാണ് അവിടുത്തെ. ഭൂഭാര ക്ഷത്രക്ഷപണേ, ഭൂഭാരമായ ആ ക്ഷത്രിയന്മാരുടെ നാശത്തിൽ അതിനുവേണ്ടി അവതരിച്ചവർ. തഥാഹ ആദ്ധ, അങ്ങനെ സ്പഷ്ടമായിട്ട് അങ്ങ് തന്നെ അവതാര സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. വസുദേവർക്ക് ഓർമ്മ വന്നു, കൽത്തുറുങ്കിനകത്തമ്മ കണികണ്ട ആ പുണ്യദിനത്തെ, അഷ്ടമിരോഹിണിയെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരൊന്നുമല്ല, നിങ്ങൾ ലോകത്തെ രക്ഷിക്കാൻ അവതരിച്ചിട്ടുള്ള അവതാര പുരുഷന്മാരാണ്. പിന്നെയോ തത്തേകതോ സ്മരണമദ്യ പദാരവിന്ദമാപന്ന സംസൃതി ഭയാപഹമാർത്തബന്ധോ ഏതാവതാലമലമിന്ദ്രിയലാലസേന മർത്യാത്മദൃക്ത്വയി പരേ യഥപത്യ ബുദ്ധി. അതുകൊണ്ട് ആപന്ന സംസൃതി ഭയാപഹം, ആപത്തിലകപ്പെട്ടവരുടെ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്ന അവിടുത്തെ പാദാരവിന്ദത്തെ അദ്യ അരണം ഗത അസ്മി, ഇപ്പോ ശരണം പ്രാപിച്ചിരിക്കുന്നു. ആർത്തബന്ധോ, ദുഃഖിതന്മാരുടെ ആ ബന്ധുവായിരിക്കുന്ന ഭഗവാനെ, യത് പരേ ത്വയി, ഏത് കാരണം കൊണ്ടാണോ പരമാത്മാവായ അങ്ങയിൽ അപത്യബുദ്ധി, അപത്യബുദ്ധി എന്ന് പറഞ്ഞാൽ പുത്രൻ എന്ന ചിന്ത, അതല്ലെങ്കിൽ മർത്യാത്മദൃക്ക്, നശിക്കുന്ന ദേഹത്തിൽ ആത്മാവെന്ന ദർശനം, ഏതാവത ഇന്ദ്രിയലാലസേന, ഇന്ദ്രിയങ്ങളെക്കുറിച്ച് ഇത്രമാത്രമുള്ള തൃഷ്ണ കൊണ്ട് അലം അലം മതി മതി എന്ന് പറയുന്നു.
എന്തിനാണ് ഇങ്ങനെ ക്ലേശിക്കണത് എന്നൊരു സംശയം ഉണ്ടാവും ഇതൊക്കെ അറിഞ്ഞ ഒരാൾക്ക്. അപ്പൊ പറയാണ്, ജനന മരണ ഭയത്തെ മൂലത്തോടെ നശിപ്പിച്ച് പരമാനന്ദത്തെ നൽകുന്നതാണ് അവിടുത്തെ പാദാരവിന്ദങ്ങൾ. അതിനെ ഞാനിതാ ശരണം പ്രാപിക്കണം. ഇത് പറയാണ്, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ചെയ്ത പരിശ്രമം ഇത്ര മതി, അലം അലം മതി മതി. ഇനി ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാതിരുന്നത് കൊണ്ടാണ് അവിടുന്ന് പരമാത്മാവായിരിക്കുമ്പോഴും എനിക്ക് പുത്രൻ എന്നുള്ള തോന്നലുണ്ടായത്. നശിച്ചു പോകുന്ന ഈ ശരീരത്തെക്കുറിച്ച് ആത്മാവാണ് ഇത് എന്ന് ഞാൻ അഭിമാനിച്ചത്. ഇങ്ങനെയുള്ള മോഹങ്ങൾക്ക് കാരണമായ ഇന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള തൃഷ്ണ അധപ്പതനത്തെ മാത്രമേ നൽകുള്ളൂ. അതുകൊണ്ട് ഇന്ദ്രിയ തൃഷ്ണ ഇല്ലാതെയാക്കാനുള്ള ശ്രമം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതൊന്നും എനിക്ക് വേണ്ട. ഈ മോഹത്തെ കടക്കാൻ ഉപകരിക്കുന്ന പരമാർത്ഥ ബോധമുണ്ടാവാൻ ഭഗവാനെ ഞാനിതാ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ വീണ് വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. സൂതി ഗൃഹേ നനു ജഗാദ ഭവാനജോ നൗ സഞ്ജജ്ഞ ഇത്യനുയുഗം നിജധർമ്മഗുപ്തൈ നാനാതനുർഗഗനവദ്വിദധജ്ജഹാസി കോ വേദ ഭൂമ്ന ഉരുഗായ വിഭൂതിമായാം. നിജധർമ്മഗുപ്തൈ, തന്നാൽ തന്നെ കൽപ്പിക്കപ്പെട്ട ധർമ്മത്തെ രക്ഷിക്കാൻ അനുയുഗം, ഒരു യുഗത്തിലും സംജജ്ഞെ ഞാൻ ജനിക്കുന്നു എന്ന് അജഹ ജന്മരഹിതനായിരിക്കുന്ന അവിടുന്ന് പണ്ട് നൗ സൂതീഗൃഹേ ജഗാദ നനു, ആ സൂതികാഗ്രഹത്തിൽ പ്രസവമുറിയിൽ കാരാഗ്രഹത്തിൽ വെച്ച് പറഞ്ഞു തന്നില്ലേ. ഗഗനവത്ത് നാനാതനു, ആകാശം പോലെ പലതരത്തിലുള്ള ശരീരങ്ങളെ ധരിക്കുന്നവനായിട്ട് ജഹാസി ഉപേക്ഷിക്കുന്നു. ഹേ ഉരുകായ മഹത്തായ കീർത്തിയോടുകൂടിയവനെ, ഭൂമ്ന എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ വിഭൂതിമായ ആ ഐശ്വര്യമായിരിക്കുന്ന മായയെ ക വേദ, ആർക്കാണ് അറിയാൻ സാധിക്കുക? ഈശ്വരൻ ഞാനെന്ന് നിശ്ചയിച്ചത് എങ്ങനെയാണെന്നാണെങ്കിൽ അവിടുത്തെ ആജ്ഞാരൂപമായ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവതരിക്കണു എന്ന് അവതാര സമയത്ത് അങ്ങും പറഞ്ഞു ഇല്ലേ, ഓരോ യുഗം തോറും. അപ്പൊ അങ്ങ് ഞങ്ങളോട് പറഞ്ഞത്, ജന്മാദിവികാരങ്ങൾക്ക് കീഴടങ്ങാത്ത അങ്ങ് ഇങ്ങനെ പല ദേഹങ്ങൾ സ്വീകരിക്കണു, അതിനെ ഉപേക്ഷിക്കണു. ആകാശം എന്നതുപോലെ ഒന്നുമായും മമതയില്ല, നിർമ്മമത്വം. അത് ഭഗവാന്റെ ഒരു രീതിയാണ്. ഇതൊക്കെ സ്വീകരിക്കുന്നുവെങ്കിലും അതൊന്നും അങ്ങയെ ബാധിക്കുന്നില്ല. അങ്ങയുടെ ആ ഐശ്വര്യരൂപമായ മായയുടെ യഥാർത്ഥ തത്വത്തെ ആർക്കാണ്, കോവേദ, ആർക്കാണ് അറിയാൻ സാധിക്കുക എന്ന ആ ഒരു ചോദ്യത്തോടുകൂടി വസുദേവര് തൻ്റെ സ്തുതി അവിടെ സമർപ്പിക്കുകയാണ്. പിന്നീട് ഭഗവാന്റെ മറുപടികളൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ ഭഗവാന്റെ പാദത്തിൽ ഭക്തിപൂർവം സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരിയോം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം.
നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ.
വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.